السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, അൽ മഹ്ദറത്തുൽ ജലാലിയ ദർസ് പൂർവ്വ വിദ്യാർത്ഥി സംഘടന ജലാലീസ് അസോസിയേഷൻ്റെ കീഴിൽ നടത്തപ്പെടുന്ന റബീ ക്യാമ്പയിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കപ്പെട്ട മംഗൂസ് മൗലിദ് ആശയ പഠനത്തിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിലാണ് നാം നിലനിൽക്കുന്നത്. നമ്മുടെ ഈ ക്ലാസ് അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഇഷ്കിന് കാരണമായി അള്ളാഹു ഇത് സ്വീകരിക്കുമാറാവട്ടെ. അവിടുത്തെ ഷഫാഅത്തുൽ ഉദമ കൊണ്ട് അള്ളാഹു നമ്മെയും നമുക്ക് വേണ്ടപ്പെട്ടവരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. ഇന്നലെ നമ്മൾ തുടക്കം കുറിച്ച മംഗൂസ് മൗലിദിൻ്റെ പഠനം ആദ്യ പാരാഗ്രാഫ് വസമ്മാഹു മുഹമ്മദ എന്നുവരെ നമ്മളെത്തി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് അള്ളാഹു തന്നെ എല്ലാ പ്രപഞ്ചം സൃഷ്ടിക്കുന്നതിന് മുമ്പ് അള്ളാഹു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറ് സൃഷ്ടിക്കുകയും ആ നൂറിന് മുഹമ്മദ് എന്ന് നാമകരണം ചെയ്യപ്പെടുകയും ചെയ്തു എന്ന് നമ്മൾ പറഞ്ഞു വെച്ചു. ഇൻഷാ അല്ലാഹ് മുഹമ്മദ് എന്നതിൻ്റെ പ്രത്യേകതകൾ, അത് നാമകരണം ചെയ്യപ്പെട്ട സാഹചര്യങ്ങൾ, ആ പേര് പോലും അള്ളാഹു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കുന്നത് വരെയുള്ള കാലഘട്ടം വരെ സംരക്ഷിച്ചു പോകുന്നത്, ഇതെല്ലാം ഇൻഷാ അല്ലാഹ് ഇതിന് ശേഷം വരാൻ പോകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഈ പേരിട്ട ആ ഒരു സാഹചര്യം ഹദീസിൽ പിന്നീട് വരുന്നുണ്ട്. ആ സാഹചര്യത്തിൽ നമുക്കത് വിശദീകരിച്ച് പറയാം. ബാക്കി ഭാഗങ്ങളിലൂടെ നമുക്ക് കടന്നുപോയി അതിൻ്റെ ആശയങ്ങളിലൂടെ നമുക്കൊന്ന് ചർച്ച ചെയ്തു പോകാം. വഅഖ്റജഹു ഫി ആഖിരി സമാനി കമാ ഖദ്ദറ വ അബ്ദ. അങ്ങനെ അല്ലാഹു തആല മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറിനെ സൃഷ്ടിക്കുകയും അങ്ങനെ വഅഖ്റജഹു ഫി ആഖിരി സമാനിൽ അല്ലാഹു തആല ആ നൂറിനെ പുറപ്പെടുവിക്കുകയും ചെയ്തു. ഈ ഭൂലോകത്തേക്ക് അള്ളാഹു പുറപ്പെടുവിക്കുകയും ചെയ്തു. കമാ ഖദ്ദറ, അള്ളാഹു തആല തീരുമാനിച്ചതുപോലെ വാബദ, അത് വെളിവാകുകയും ചെയ്തു. അള്ളാഹു തആലയുടെ തീരുമാനപ്രകാരം അതിൻ്റെ എത്തിയ സമയത്ത്, അഥവാ റബീഉൽ അവ്വൽ 12 സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ആ ഒരു ദിവസം, ലോകത്ത് ഇതുവരെ തുല്യതയില്ലാത്ത ഒരു സമയമാണ് ആ സമയം. റബീഉൽ അവ്വൽ 12 റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭൂജാതനായ ആ സമയത്തെ പോലത്തെ ഒരു സമയം അതിനു മുമ്പോ അതിന് ശേഷമോ വന്നിട്ടില്ല. അത്രയും പവിത്രമാക്കപ്പെട്ട ആകാശഗോളങ്ങളിലുള്ള മലക്കുകളടക്കം എല്ലാ ജീവികളും സന്തോഷിക്കുകയും ആനന്ദിക്കുകയും ചെയ്ത ആ ഒരു ദിവസം, ഇബ്ലീസ് പൊട്ടിക്കരഞ്ഞ ആ ഒരു ദിവസം, ആ സമയത്തെ പോലത്തെ ശ്രേഷ്ഠതയുള്ള ഒരു സമയം ലോകത്ത് ഇതുവരെ കടന്നു വന്നിട്ടില്ല, ഇനി കടന്നു വരികയുമില്ല. ആ ഒരു സമയം അള്ളാഹു തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ ലോകത്തേക്ക് പുറപ്പെടുവിക്കുകയുണ്ടായി, ഈ ലോകത്തേക്ക് വെളിവാക്കുകയുണ്ടായി. അവിടെ ആഖിറു സമാൻ എന്ന് പറഞ്ഞാൽ അവസാന കാലം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിനു മുമ്പ് ഒരുപാട് കാലങ്ങൾ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ മുമ്പ് കടന്നുപോയ കാലങ്ങൾ അവസാന നാളിലേക്ക് തട്ടിച്ചു നോക്കുന്ന സമയത്ത് വരാനിരിക്കുന്ന കാലം കുറവും മുമ്പ് കഴിഞ്ഞു പോയ കാലം ഒരുപാടുമുണ്ട്. അതുകൊണ്ട് ആഖിറു സമാൻ എന്ന് അവിടെ പ്രയോഗിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. എന്നിട്ട് വഅൽബസഹു ഖിൽഅത്തൽ ജമാലില്ലതി ലം യുൽബിസ്ഹാ അഹദ. എന്നിട്ട് വഅൽബസഹു ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു ധരിപ്പിച്ചു കൊടുത്തു ഖിൽഅത്തൽ ജമാൽ, സൗന്ദര്യത്തിൻ്റെ മേൽവസ്ത്രത്തെ. നമ്മളൊരു ഖിൽഅത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണയായി ഒരാൾക്ക് ഒരു സ്ഥാനം ലഭിക്കുന്ന സമയത്ത്, നമുക്കൊക്കെ സനദുകൾ അതേപോലെ തന്നെ മറ്റു സ്ഥാനങ്ങൾ നിൽക്കുന്ന സമയത്ത് ധരിപ്പിക്കപ്പെടുന്ന വസ്ത്രത്തിനാണ് ഖിൽഅത്ത് എന്ന് പറയുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിലെ പ്രപഞ്ചത്തിലെ എല്ലാത്തിനേക്കാൾ ശ്രേഷ്ഠവാനായ ആളാണല്ലോ. അപ്പോൾ ആ ഖിൽഅത്ത്, ആ ശ്രേഷ്ഠതയുടെ മേൽവസ്ത്രം അല്ലാഹു തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ധരിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. എങ്ങനത്തെ വസ്ത്രമാണ്? അല്ലദീ ലം യൽബിസ് അഹദ, ഇതുവരെ ഒരാൾക്കും ധരിപ്പിക്കപ്പെടാത്ത, ഒരുപാട് പ്രവാചകന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്, അവർക്കൊന്നും ധരിപ്പിക്കപ്പെടാത്ത
മേൽവസ്ത്രമാണ് അള്ളാഹു ധരിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. ചന്ദ്രനെയും അതേപോലെ വടക്ക് ഉദിക്കുന്ന പ്രകാശിക്കുന്ന ഒരു നക്ഷത്രമാണ് ഫർഖദ്. ആ നക്ഷത്രത്തെയും നാണിപ്പിക്കുന്ന മുഖത്തോടു കൂടി പ്രസവിക്കപ്പെട്ടു. അള്ളാഹു താല ഖിൽഅത്ത്, ആർക്കും ലഭിക്കാത്ത, ആർക്കും നൽകാത്ത സ്ഥാനവസ്ത്രം അത് നൽകിയ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ സൗന്ദര്യവാനായിട്ട് ഈ ലോകത്തേക്ക് പ്രസവിക്കപ്പെട്ടു. ഇതൊക്കെ ഒരു ആലങ്കാരിക പദമായിട്ടും നമുക്ക് പറയാം, അല്ല ഇതിൻ്റെയൊക്കെ യാഥാർത്ഥ്യമായ രീതിയിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ലോകത്തുള്ള മുഴുവൻ സൗന്ദര്യത്തിൻ്റെയും അത്രമാത്രം സൗന്ദര്യവാനായിരുന്നു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. നബിയുടെ മുഖത്തേക്ക് നേരെ നോക്കാൻ പോലും കഴിയാത്ത അത്രമാത്രം ജ്വലിക്കുന്ന പ്രകാശമായിരുന്നു ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്തുണ്ടായിരുന്നത് എന്നൊക്കെ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാം, ഹദീസുകളിൽ നമുക്ക് കാണാം. അലാ ഹുവല്ലദീ തവസ്സല ബിഹി ആദം അലൈഹിസ്സലാം. അറിയുക, ആ നബി ആരാണെന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേകതയാണ് പറയുന്നത്. ആ നബി ആരാണെന്ന് വെച്ചാൽ ആ പ്രവാചകനെ കൊണ്ടാണ് ആദം നബി അലൈഹിസ്സലാം തവസ്സുൽ ചെയ്ത് പ്രാർത്ഥിച്ചിട്ടുള്ളത്. ആദം നബി അലൈഹിസ്സലാം സ്വർഗത്തിൽ നിന്ന് പഴം കായ്ച്ച ആ സമയത്ത് ആദം നബി അലൈഹിസ്സലാം ആ തെറ്റ് ചെയ്ത സമയത്ത് അവിടെ തവസ്സുൽ ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് തവസ്സുൽ ചെയ്ത് പ്രാർത്ഥിക്കുകയും ഇസ്തിയാസ നടത്തുകയും ചെയ്ത സമയത്ത് അള്ളാഹു അത് സ്വീകരിച്ചു. വഫ്തഖറ ബി കൗനിഹി വാലിദ. മാത്രമല്ല ആദം നബി അലൈഹിസ്സലാം ആ ഒരു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതാവായി എന്നുള്ള കാരണത്താൽ അഹങ്കാരം നടിക്കുകയും ചെയ്തു, ഫഖർ നടിക്കുകയും ചെയ്തു. ഇവിടെ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു സ്ഥലം. അതേപോലെ അതിൻ്റെ ബാക്കിയുള്ള സ്ഥലങ്ങളും ബാക്കിയുള്ള ഹദീസിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളും. വസ്തഗാസ ബിഹി നൂഹ് അലൈഹിസ്സലാം. നൂഹ് നബി അലൈഹിസ്സലാമും ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഇസ്തിഗാസ, സഹായം തേടി. ആ സഹായം തേടിയ സമയത്ത് ഫനജാ മിനർ റദ, ആ നൂഹ് നബി അലൈഹിസ്സലാമും ആ വെള്ളപ്പൊക്കത്തിൽ നിന്നും രക്ഷപ്പെടുകയുണ്ടായി. അതേപോലെ വക്കാന ഫീ സുൽബി ഇബ്രാഹിം അലൈഹിസ്സലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ മുതുകിലായിരുന്നു. ഹീന ഉൽക്കിയ ഫിന്നാരി. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ നമ്രൂദ് രാജാവ് തീക്കുണ്ടാരത്തിലിട്ട സമയത്ത്, ആ സമയത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം മടങ്ങി വന്നു. ഒരു പരുക്കുമേൽക്കാതെ, ആ തീക്കുണ്ടാരത്തിലിട്ട സമയത്ത് ഒരു പരുക്കുമേൽക്കാതെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം തിരിച്ചു വരികയും ചെയ്തു. മാത്രമല്ല വസ്വാർ അലഹ്ബുഹ മുഹമ്മദ. ആ തീനാളം കെട്ടുപോവുകയും ചെയ്തു, കെടുത്തപ്പെടുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ നൂറ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ സുൽബിൽ ഉണ്ടായ കാരണത്താൽ ആ തീനാളം കെട്ടുപോവുകയും ചെയ്തു. ഇവിടെ പല ആളുകളും സംശയമുന്നയിക്കുന്ന, അല്ലെങ്കിൽ ഈ ഒരു ഇസ്തിഗാസ നടത്തിയതിൽ ഇത് സ്വഹീഹ് അല്ലാത്ത ഹദീസുകളോ അല്ലെങ്കിൽ സ്വഹീഹ് അല്ലാത്ത റിപ്പോർട്ടുകളാണ് കൊണ്ടുവന്നതെന്നൊക്കെ പറഞ്ഞ് ഈ മങ്കൂസ് മൗലിദിനെ തള്ളുന്ന ഒരു കൂട്ടം വിഭാഗത്തെ നമുക്ക് കാണാൻ കഴിയും. മഹാനായ ആദം നബി അലൈഹി സ്വലാമിനെ കളിമണ്ണ് കൊണ്ട് അള്ളാഹു താല സ്വർഗത്തിൽ വെച്ച് സൃഷ്ടിക്കുകയും അവിടെ വെച്ച് റൂഹ് ഓതുകയും ആദം നബി അലൈഹി സ്വലാമിൻ്റെ വാരിയലിൽ നിന്നും മഹദി ഹവ്വ റളിയല്ലാഹു അൻഹയെ സൃഷ്ടിക്കുകയും ചെയ്ത സംഭവം നമുക്കറിയാം. അവരെ സ്വർഗത്തിൽ ജീവിക്കാൻ അനുവദിക്കുകയും അവരുള്ള എല്ലാ സുഖ സൗകര്യങ്ങൾ അനുഭവിക്കാനും അവർക്ക് അള്ളാഹു സ്വാതന്ത്ര്യം നൽകുകയും ചെയ്തു. പക്ഷേ ഒരു മരത്തിൽ നിന്നുള്ള ഫലം അത് കഴിക്കരുത് എന്നുള്ള, അത് ഭക്ഷിക്കരുത് എന്നുള്ള പ്രത്യേക നിർദ്ദേശവും ഉണ്ടായിരുന്നു. ആദം നബി അലൈഹി സ്വലാം മറന്നുകൊണ്ട് ആ പഴം കഴിക്കുകയും അങ്ങനെ ആ തെറ്റ് കാരണത്താൽ 300ഓളം കൊല്ലം ആദം നബി അലൈഹി സ്വലാം കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്ത സംഭവം നമുക്ക് കിതാബുകൾ രേഖപ്പെടുത്തി വെച്ചതായി കാണാം. ആ തൗബ, ആ കരഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ച ആ സംഭവത്തിൽ മഹാന്മാരായ പല ഇമാമികളും രേഖപ്പെടുത്തി വെച്ചതായി നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഇസ്തിഗാസ നടത്തി ദുആ ചെയ്ത സമയത്ത് അള്ളാഹു തആല ആ ഒരു പ്രാർത്ഥനയെ സ്വീകരിച്ചു എന്ന്. മഹാനായ ഹാക്കിം റളിയല്ലാഹു അൻഹു തൻ്റെ മുസ്തദ്റക്കിൽ, വൈഹഖി റളിയല്ലാഹു അൻഹു ദലായിൽ, അതേപോലെ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു തൻ്റെ ദുർറുൽ മൻസൂർ, അതേപോലെ തന്നെ ഇബ്നു കസീർ തൻ്റെ തഫ്സീറിൽ, ഇമാം റാസി റളിയല്ലാഹു അൻഹു തൻ്റെ തഫ്സീറുൽ കബീറിൽ, ഖുർത്തുബി റളിയല്ലാഹു അൻഹു, അതേപോലെ സമഖ്ശരി റളിയല്ലാഹു അൻഹു, ഇമാം ബൈലാവി റളിയല്ലാഹു അൻഹു തുടങ്ങിയ ഒട്ടനവധി മഹാന്മാരായ ആളുകൾ അവരുടെ കിതാബുകളിലെല്ലാം ഈ ഒരു സംഭവം രേഖപ്പെടുത്തി വെച്ചതായി നമുക്ക് കാണാൻ കഴിയും. ആദം നബി അലൈഹി സ്വലാം ആ സ്വർഗത്തിൽ വെച്ചുകൊണ്ട്
കരഞ്ഞ് ദുആ ചെയ്ത സമയത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഇസ്തിയാസ നടത്തുകയും അതുകൊണ്ട് അല്ലാഹു തആല ആ ദുആ സ്വീകരിക്കുകയും ചെയ്ത സംഭവം. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് മഹാനായ ഹക്കീം റളിയല്ലാഹു അൻഹു തൻ്റെ മുസ്തദറക്കിൽ അടക്കമുള്ള അധിക കിതാബുകളിലും മഹാന്മാർ രേഖപ്പെടുത്തിയ ഹദീസ് നമുക്ക് കാണാം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലമ്മക്തറഫ ആദം അലൈഹി സ്വലാം ഖതിയ, ആദം നബി അലൈഹി സ്വലാമിന് തെറ്റ് സംഭവിച്ച സമയത്ത് ഖാല, ആദം നബി അലൈഹി സ്വലാം പറഞ്ഞു, യാ റബ്ബി അസ്അലുക ബിഹഖി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞാൻ നിന്നോട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു, അള്ളാഹുവേ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹക്ക് കൊണ്ട് എൻ്റെ പാപം പുറത്തു തരണമെന്ന് ആദം നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് പറഞ്ഞ സമയത്ത് അള്ളാഹു അവിടെ നിന്ന് ചോദിക്കുന്നുണ്ട്, വകൈഫ അറഫ്ത മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിങ്ങൾക്ക് എങ്ങനെയാണ് അറിഞ്ഞിട്ടുള്ളത്? ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെക്കുറിച്ച് നിങ്ങൾക്ക് എങ്ങനെ പരിചയപ്പെട്ടു എന്ന് ചോദിച്ച സമയത്ത് അവിടുന്ന് ആദം നബി അലൈഹി സ്വലാം പറഞ്ഞു, എന്നക ലമ്മ ഖലഖതനി ബിയദിക, നീ എന്നെ സൃഷ്ടിച്ച സമയത്ത് എന്നിട്ട് വനഫഖ്ത ഫിയ മിൻ റൂഹിക, എൻ്റെ ശരീരത്തിലേക്ക് റൂഹ് ഊതുകയും ചെയ്ത സമയത്ത് റഫൗതു റഅസി, ഞാൻ എൻ്റെ തല ഉയർത്തി നോക്കി. ആ സമയത്ത് പറയിത്തു അലാ ഖിവാമിൽ അർശി മക്തൂബ, അർഷിൻ്റെ തൂണിൽ എഴുതി വെക്കപ്പെട്ടതായിട്ട് ഞാൻ കണ്ടു, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്, അള്ളാഹുവിൻ്റെ പേരിനോട് ചേർത്തുകൊണ്ട് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് എഴുതി വെക്കപ്പെട്ടതായിട്ട് ഞാൻ കണ്ടു. ആ സമയത്ത് ആദം നബി അലൈഹി സ്വലാം പറയുകയാണ്, നിന്റെ ഇസ്മിനോട് നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള മറ്റൊരാളുടെ ഇസ്മല്ലാതെ ചേർക്കുകയില്ലല്ലോ, അതുകൊണ്ട് നീ എൻ്റെ ഇസ്മിനോട് കൂടെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അത്രയും ശ്രേഷ്ഠമായ ഒരാളാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന് എനിക്ക് മനസ്സിലാവുകയും അങ്ങനെ ആ നബിയെ കൊണ്ട് ഞാനിതാ ഇസ്തിയാസ സഹായം തേടി തൗബ ചെയ്യുകയും ചെയ്തതാണെന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, സദഖത യാ ആദം, ആദം നബിയെ നിങ്ങൾ പറഞ്ഞത് സത്യമാണ്. എന്നിട്ട് അള്ളാഹ് പറയുന്നുണ്ട്, ആദ്യം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളില്ലായിരുന്നുവെങ്കിൽ നിങ്ങളെ നാം സൃഷ്ടിക്കില്ലായിരുന്നു. മറ്റൊരു ഹദീസിൽ ഈ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളില്ലായിരുന്നുവെങ്കിൽ ഈ പ്രപഞ്ചത്തെ നാം സൃഷ്ടിക്കുകയില്ലായിരുന്നു എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസുകൾ ഒരുപാട് മഹാന്മാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ആദം നബി അലൈഹി സ്വലാമിൻ്റെ തൗബ സ്വീകരിക്കാൻ കാരണമായിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടുള്ള ഇസ്തിയാസ കൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഖുർആനിൽ ആദം നബി അലൈഹി സ്വലാമിൻ്റെ തൗബയെക്കുറിച്ചും അത് സ്വീകരിച്ച പ്രാർത്ഥനയെക്കുറിച്ചും പറയുന്നുണ്ട്. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചത് കൊണ്ട് ആദം നബി അലൈഹി സ്വലാമിൻ്റെ തൗബ സ്വീകരിച്ചു എന്ന് ഖുർആനിൽ പറയുന്ന ഈ ഒരു കാര്യത്തോട് ഒരിക്കലും നമ്മൾ ഈ പറഞ്ഞ ഹദീസോ ഇതിൻ്റെ ഈ ഇസ്തിഗാസയോ എതിരാവുന്നില്ല. കാരണം സൂറത്തുൽ ബഖറയിൽ ആദം നബി അലൈഹി സ്വലാമിൻ്റെ തൗബയെക്കുറിച്ച് തന്നെ പറയുന്ന സ്ഥലത്ത് അല്ലാഹു തആല പറയുന്നുണ്ട്, ഫതലഖ ആദമു മിൻ റബ്ബിഹി കലിമാത്തിൻ ഫതാബ അലൈഹി എന്ന് പറയുന്നുണ്ട്. അവിടെ ആദം നബി അലൈഹി സ്വലാം തൗബ ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിച്ച സമയത്ത് കലിമാത്തിൻ, പല കലിമത്തുകൾ, ആ കലിമത്തുകൾ മുൻനിർത്തിക്കൊണ്ട് ദുആ ചെയ്തു എന്ന് പറയുന്നുണ്ട്. അവിടെ കലിമാത്ത് എന്ന പദമാണ് ഖുർആനിൽ ഉപയോഗിച്ചിട്ടുള്ളത്. കലിമാത്ത് എന്നുള്ള ജമ്മ് ഏറ്റവും ചുരുങ്ങിയത് 3 കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. അപ്പോൾ ഖുർആനിൽ പറഞ്ഞ ഈ പ്രാർത്ഥന ആ 3 കാര്യങ്ങളിൽ നിന്ന് ഒന്നാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിൽ മറ്റൊന്നാണ് നമ്മൾ ഈ പറഞ്ഞ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടുള്ള ഇസ്തിയാസയും അവിടെ നിന്ന് ആദം നബി അലൈഹി സ്വലാം നബിയുടെ ഹക്ക് വർക്കത്ത് കൊണ്ട് നബിയുടെ ഹക്ക് കൊണ്ട് എൻ്റെ തൗബ സ്വീകരിക്കണമെന്നുള്ള പ്രാർത്ഥന അത് മറ്റൊരു കലിമത്താണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചതായി നമുക്ക് കാണാം. അപ്പോൾ ഇതൊന്നും ഈ ഹദീസോ അല്ലെങ്കിൽ ഈ മങ്കൂസിൽ പറയുന്ന ഈ സംഭവങ്ങളോ ഒന്നും ഖുർആനിനോട് യാതൊരു രീതിയിലും എതിരായി വരുന്നില്ല. അതേപോലെ മഹാനായ നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ വെള്ളപ്പൊക്കമുണ്ടായ സമയത്തും ആ നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ സുൽബിൽ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറുണ്ടായിരുന്നു. നൂർ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രകാശം എന്നല്ല അർത്ഥം. ആ നൂറ് ഉണ്ടായിരുന്നു. ആ നൂറുള്ളത് കൊണ്ട് ആ നൂറ് മറ്റൊരാളിലേക്ക് നീങ്ങുന്നത് വരെ നൂഹ് നബി അലൈഹി സ്വലാം
വഫാത്താവുകയില്ല. നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകുന്ന കാര്യമാണ്. മഹാന്മാരുടെ മുതുകിലൂടെയാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വരുന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരാളുടെ മുതുകിൽ നിന്ന് മറ്റൊരാളിലേക്ക് നീങ്ങുന്നത് വരെ എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിൽ പോലും അവർക്ക് മരണം സംഭവിക്കുകയില്ല. അതാണ് നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ കപ്പൽ രക്ഷപ്പെടാൻ കാരണവും ആ നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ സുൽബിൽ മഹാനായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറുണ്ടായിരുന്നു. അതേപോലെ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ തീയിലിട്ട സമയത്ത് ചൂടുള്ള തീ തണുപ്പായി മാറി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് വളരെ സുന്ദരമായിട്ട് രക്ഷപ്പെടാൻ സാധിക്കുകയുണ്ടായി. നമ്രൂദ് രാജാവ് വലിയ തീക്കുണ്ടാരമായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. ദൂരെ നിന്ന് പോലും ആ തീക്കുണ്ടാരത്തിലേക്ക് എറിയാൻ സാധിക്കാത്ത രീതിയിൽ ചൂടുള്ള തീക്കുണ്ടാരമായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. ആ തീക്കുണ്ടാരത്തിലേക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ എറിഞ്ഞപ്പോൾ ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ ചൂടേൽക്കാതിരുന്നത് ആ തീ കൊണ്ട് ഒരിക്കലും ഇബ്രാഹിം നബി അലൈഹി സ്വലാം വഫാത്താവാൻ പാടില്ല, ഈ ലോകത്ത് നിന്ന് വിട പറയാൻ പാടില്ല. കാരണം ആ സമയത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ സുൽബിൽ മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറുണ്ടായിരുന്നു. ഈ നൂറ് മറ്റൊരാളിലേക്ക് നീങ്ങുന്നത് വരെ ഒരിക്കലും മരണം സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ആ തീ പോലും അവിടെ അണഞ്ഞു പോയത് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തി വെച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. വറഅത് ഉമ്മുഹു ആമിനത്തു റളിയല്ലാഹു അൻഹ ഹീന ഹമലത് ബിഹി മലായികത സമാഇ മദദ. ഹബീബന സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മ ആമിന ബീവിയുടെ ഗർഭധാരണയും അതേപോലെ തന്നെ അതിന് മുമ്പും പിമ്പുമുള്ള സംഭവങ്ങളൊക്കെ വളരെ അള്ളാഹുവിൻ്റെ പ്രത്യേക കാവലോടുകൂടെ പ്രത്യേക പരിഗണനയോടുകൂടെയാണ് നടന്നിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ ഹദീസിന് ശേഷം ഈ ഹദീസിൻ്റെ ബാക്കി ഭാഗങ്ങളിൽ ആ ഒരു സംഭവമാണ് പറഞ്ഞു വരുന്നത്. മഹദിയായ ആമിന റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഗർഭം ചുമന്ന സമയത്ത് ആകാശങ്ങളിൽ മലക്കുകളെ കാണുകയുണ്ടായി എന്ന് പറയുന്നുണ്ട്. ഒന്നിന് പിറകെ ഒന്നായി വരുന്ന സംഘമായി വരുന്ന മലക്കുകളെ മഹദിയായ ആമിന റളിയല്ലാഹു അൻഹ കാണുകയുണ്ടായി. വദഖല അലൈഹിൽ അംബിയാഹു വഹും യഖൂലൂന ലഹാ ഇദാ വലഅതി ശംസൽ ഫലാഹി വൽ ഹുദാ ഫസമ്മീഹി മുഹമ്മദ. മാത്രമല്ല ഓരോ മാസത്തിലും ഓരോ നബിമാർ മഹദിയായ ആമിന റളിയല്ലാഹു അൻഹയിലേക്ക് വരികയും സ്വപ്നത്തിലൂടെ വരികയും അങ്ങനെ സ്വപ്നത്തിൽ ഓരോ ആളുകളും വന്നുകൊണ്ട് അവിടുന്ന് പറയുന്നുണ്ട്, യഖൂലൂന ലഹാ ഇദാ വലഅതി ശംസുൽ ഫലാഹി വൽ ഹുദാ, സന്മാർഗത്തിൻ്റെയും വിജയത്തിൻ്റെയും സൂര്യനെ പ്രസവിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഫസമ്മീഹി മുഹമ്മദ, നിങ്ങൾ മുഹമ്മദ് എന്ന് പേരിടണം. ഈ പേര് അല്ലാഹു തആല ആദ്യം നൂറിന് പേരിട്ട ആ പേരാണ്. ആ പേര് നിങ്ങൾ ഇടണമെന്ന് മഹാന്മാരായ അമ്പിയാക്കൾ മഹദിയായ ആമിന റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ വന്നുകൊണ്ട് പറയുന്ന സംഭവം. ഇത് ഓരോ മാസവും ഓരോ നബിമാർ വന്ന സംഭവങ്ങൾ മറ്റു മൗലിദുകളിൽ വിശദീകരിച്ച് പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. എന്നിട്ട് തൗബയുടെ അവസാനമുള്ള വളരെ പവിത്രമാക്കപ്പെട്ട ഒരു ആയത്താണ് പിന്നീട് കൊണ്ടുവരുന്നത്. ഖാലല്ലാഹു അസ്സ വജല്ല ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ഇൻഷാ അല്ലാഹ് ഈ ആയത്തിൻ്റെ വിവക്ഷയും ഇതിൻ്റെ ശ്രേഷ്ഠതയും ഒക്കെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് സംസാരിക്കാം. അള്ളാഹു നമ്മൾ ഈ പറഞ്ഞതും കേട്ടതുമെല്ലാം സാലിഹായ സൽക്കർമ്മമായി സ്വീകരിക്കുമാറാവട്ടെ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇഷ്കിൻ്റെ ഒരു കാരണമായി അള്ളാഹു ഇത് നമ്മളിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. ഈ പ്രവർത്തനം കൊണ്ട്, ഈ സംസാരം കൊണ്ട്, ഈ കേൾവി കൊണ്ട്, ഈ സമയം ചെലവഴിക്കുന്ന ഈ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയാൻ വേണ്ടി, അവിടത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ചെലവഴിച്ച ഈ ഒരു സമയം അള്ളാഹു വലിയ പ്രതിഫലം ലഭിക്കുന്ന ആഖിറത്തിൽ വിജയത്തിന് നിദാനമാകുന്ന ഒരു അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.